യഥാർത്ഥത്തിൽ അസ്ട്രോളജി തന്നെയാണോ ഈ ഫ്യൂച്ചറോളജി എന്ന് പറയുന്നത്? എൻ്റെ അച്ഛന് 82 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്ന് ജാതകം എഴുതി. എൻ്റെ അച്ഛൻ 70 വയസ്സായപ്പോൾ മരിച്ചുപോയി. ഇദ്ദേഹത്തിന് സർജറി ചെയ്താൽ സുഖമാകുമെന്ന് പറഞ്ഞ് സർജറി ചെയ്തു. സർജറി ഫെയിലുവറായി. ഇപ്പോൾ ശാസ്ത്രം തെറ്റിയില്ലേ? ഈ കൊണ്ടുവരുന്ന ഓല കണ്ടിട്ട് ജ്യോത്സ്യന് സന്തോഷമാണ്. നമ്മൾ മുമ്പ് വന്നിരിക്കുന്ന ഒരാളിന് നല്ലത് വരാൻ പോകുമെന്ന് കേട്ടാൽ ഇപ്പോൾ ജ്യോതിഷയിലെ അടുത്ത് പറഞ്ഞ നല്ലൊരു ശതമാനം പേര് വിഷമിച്ച് തിരിച്ചിറങ്ങിപ്പോകും. ഒരിടത്ത് തന്നെ ഒരേ സമയം 2 കുട്ടികൾ ജനിക്കുന്നു. 2 പേരുടെയും കാര്യങ്ങളിൽ ഏകദേശം സാമ്യം വരാനുള്ള സാധ്യതകളുണ്ടോ? ഒരു സാധ്യതയില്ല. ഞാൻ ഇരട്ട പ്രസവിക്കുന്ന പിള്ളേർ, അതായത് 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ പിള്ളേർ ജനിക്കും. ഈ 2 കുട്ടികളിൽ ഒരിക്കലും ജാതകം ഒരേപോലെ വരും. ഈ വ്യത്യാസത്തിൽ ജാതകം കറക്റ്റായിരിക്കും. പക്ഷെ അവിടെയാണ് ഹസ്തരേഖയ്ക്ക് പ്രാധാന്യം. കൈരേഖ ഒരു കാരണവശാലും. പക്ഷേ ഈ കൈരേഖ വെച്ച് എങ്ങനെ ഫ്യൂച്ചർ കണ്ടെത്തുമെന്നൊരു കൈരേഖ വെച്ചിട്ടേ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം ചേട്ടാ, നമ്മൾ കുറേ എപ്പിസോഡുകളായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങേ പറയുന്നൊരു തസ്തിക എന്ന് പറയുന്നത് തന്നെ ഫ്യൂച്ചറോളജി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പല ഇൻ്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഫ്യൂച്ചറോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യത്തെ മനസ്സിലേക്ക് വരുന്നത് അസ്ട്രോളജിയാണ്. അതെ, അസ്ട്രോളജിയാണ് കൂടുതൽ പ്രിഡിക്ഷൻസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അസ്ട്രോളജി തന്നെയാണോ ഈ ഫ്യൂച്ചറോളജി എന്ന് പറയുന്നത്? വളരെ എഫക്റ്റീവായ നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. കാരണം ഫ്യൂച്ചറോളജി എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ, നമ്മൾ ഒരാളിൻ്റെ ഫ്യൂച്ചർ എത്രത്തോളം ഭംഗിയാക്കാനായിട്ട്, ആ ഫ്യൂച്ചറിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന നിലയിലാണ് ഞാൻ ആ ഫ്യൂച്ചറോളജി എന്ന് പറഞ്ഞ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളിൻ്റെ ഫലപ്രവചനമോ ബാക്കിയുള്ള നടത്തുമ്പോൾ ജ്യോതിഷം എന്ന് പറയണ അമ്മയാണ്, അമ്മയുടെ മക്കളാണ് മറ്റെല്ലാം. അപ്പോൾ ജ്യോതിഷം തന്നെയാണ് ഏറ്റവും മുഖ്യമായ ഫ്യൂച്ചറോളജിയുടെ പ്രധാനപ്പെട്ട ആൾ. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇതൊക്കെ സത്യമാണോ, ഇതിൽ എത്ര ശതമാനം സത്യമുണ്ട് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ. കാരണം ഒരുപാട് പേര് ഇന്ന് ജാതകങ്ങൾ എഴുതുന്നുണ്ട്, പക്ഷെ ഇതൊന്നും ശരിയാവുന്നില്ല. ജാതകത്തിൽ വലിയൊരാളാകുമെന്ന് പറയുന്ന ആൾ ഒന്നും ആകാതെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചോദ്യമുണ്ട്, ഇത് എത്ര ശതമാനം സത്യമുണ്ട്, ആർക്കൊക്കെയാണ് സത്യമാകുന്നത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയല്ലേ. സത്യം. കാരണം ഒരുപാട് വേദികളിൽ പല ചാനൽ സംവാദങ്ങളിലൊക്കെ നമ്മൾ വിളിച്ചിരുത്തിയിട്ട് അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ സംവാദത്തിന് ഇരിക്കുന്ന ആൾ നമ്മളെ ജ്യോതിഷികളായിട്ട് 2-3 പേരെ വിളിച്ചിരുത്തും. പിന്നെ ഈ ജ്യോതിഷമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത 10-50ഓളം 100ഓളം പേരെ പിടിച്ചിരുത്തും. അപ്പോൾ ഈ 100 പേരുടെ ഉദ്ദേശം എന്താണ്? ഈ ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം തെറ്റാണ് എന്ന് സമർത്ഥിക്കുകയാണ്. അവരെ ഇരുത്തിക്കുക, പൊളിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം. വേറെ അവരുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ അവർ വിളിച്ചിരുത്തിയിട്ട് ഒരിക്കൽ ഒരു പ്രമുഖ ചാനലിൽ നമ്മളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അപ്പോൾ ഇരിക്കുന്ന ആളുകൾ 3 പേരേ ഉള്ളൂ, അല്ലാതെ ഇരിക്കുന്ന 100 പേരാണ്. ഈ 100 പേരെ വഴിയിൽ നിന്ന് കണ്ടവരെയും അങ്ങോട്ട് പോയവരെയും വിളിച്ചുകൊണ്ട് വന്നവരെയൊക്കെ പിടിച്ചിരുത്തിക്കുകയാണ്. ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തവർ. അപ്പോൾ അതിൽ ഒരാൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്, എൻ്റെ അച്ഛൻ്റെ ജാതകത്തിൽ എൻ്റെ അച്ഛന് 82 വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്ന് ജാതകം എഴുതി. എൻ്റെ അച്ഛൻ 70 വയസ്സായപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ജ്യോതിഷം തെറ്റിയില്ലേ? ജ്യോതിഷം കള്ളമല്ലേ? ഒരാൾ ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്തു, സർജറി സക്സസ് ആയില്ല. അപ്പോൾ ആ ആൾ മരിച്ചുപോയി. വൈദ്യശാസ്ത്രം തെറ്റാണ്, അതുകൊണ്ട് ഇനി ഒരാളും ആശുപത്രി പോകരുത്. കാരണം ആശുപത്രി തെറ്റല്ലേ? കാരണം ഇദ്ദേഹത്തിന് സർജറി ചെയ്താൽ സുഖമാകുമെന്ന് പറഞ്ഞ് സർജറി ചെയ്തു, സർജറി ഫെയിലുവറായി. അപ്പോൾ ശാസ്ത്രം തെറ്റിയില്ലേ? അവിടെയെല്ലാം വരണ ഒരു കാര്യം എന്ന് പറയുന്നത് ശാസ്ത്രത്തിന് തെറ്റുവരില്ല, ശാസ്ത്രജ്ഞന് തെറ്റുവരും. എഴുതുന്ന ആൾ, ചെയ്യുന്ന ആൾ, കൈകാര്യം ചെയ്യുന്ന ആളിന് തെറ്റുവരാം. പിന്നെ ഇന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കെല്ലാം കാരണമുണ്ടാവും. അതിന് മെയിൻ കാരണം ഇന്ന് ഒന്ന് പ്രസവമില്ല. ഇന്ന് നോർമൽ ഡെലിവറി എന്ന് പറയുന്ന ഒരു സ്വപ്നം മാത്രമാണ്. എല്ലാ സിസേറിയനാണ്. നല്ലൊരു ശതമാനം സിസേറിയൻ അല്ലെങ്കിൽ പോലും പ്രസവിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം, ഒരു ദിവസം നോക്കി എന്തായാലും പ്രസവിക്കും, ഡെലിവറി സിസേറിയനാണ് എന്ന് പ്ലാൻ ചെയ്തു. പിന്നെ അവരെ മുന്നിൽ വരണ എന്താണ്? നല്ലൊരു നക്ഷത്രം, നല്ലൊരു മുഹൂർത്തം, നല്ലൊരു ജാതകം എൻ്റെ പിള്ളയ്ക്ക് കിട്ടണം. ഇതിനു വേണ്ടി ജ്യോത്സ്യനെ സമീപിക്കും.
ജ്യോതിഷി എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ളവർ എന്ത് ചെയ്യും? നല്ലൊരു മുഹൂർത്തം എടുത്ത് കൊടുക്കും. അവനൊരു രാജയോഗമോ ചക്രവർത്തി യോഗമോ എന്തായാലും നമുക്ക് ദക്ഷിണ തരണയാണ്, നന്ദി വേണമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നല്ല യോഗമുള്ള ഒരു കുട്ടി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന സമയത്ത് കുഞ്ഞ് ജനിച്ചാൽ അവൻ ചക്രവർത്തി യോഗത്തോടു കൂടി ജനിക്കും. ചക്രവർത്തി എന്ന് പറഞ്ഞാൽ രാജാവിന് മുകളിലാണ്. അപ്പോൾ അവൻ്റെ ജാതകം എടുത്ത് വായിച്ചു നോക്കുമ്പോഴോ അവന് ചക്രവർത്തി യോഗമുണ്ട്. പക്ഷെ അവൻ ഒന്നും ആവില്ല. കാരണം ഞാൻ കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഡോക്ടർ പ്ലാൻ ചെയ്ത് സർജറി ചെയ്തെടുത്തത് കൊണ്ടോ യവന് ചക്രവർത്തി യോഗം കിട്ടത്തില്ല. അത് തരേണ്ട ആരാണ്? സർവേശ്വരൻ തരേണ്ടതാണ്. ഇന്നിപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യൽ. അപ്പം നല്ലൊരു ശതമാനം പേർക്ക് ജാതകത്തിലൊക്കെ ഇങ്ങനെയുള്ള യോഗങ്ങൾ, നല്ല യോഗമുള്ള ജാതകം, ഇന്ന വയസ്സ് തൊട്ട് നിങ്ങൾക്ക് രാജയോഗം തുടങ്ങുകയാണ്, ഇന്ന വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ഗജകേസരി യോഗം ആരംഭിക്കുകയാണ്, ഇന്ന വയസ്സ് തൊട്ട് നിങ്ങൾക്ക് ചക്രവർത്തി യോഗം തുടങ്ങുകയാണ്. നമ്മൾ വളരെ സന്തോഷവാനായിട്ടിരിക്കും. കാരണം യോഗം തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്ത് വേണോ ചെയ്തോളൂ. ശരിക്കും ജാതകം കണ്ടിട്ട് ജ്യോത്സ്യം പറയാണ്. ജാതകം കണ്ടിട്ടാണ് ജ്യോത്സ്യം പറയണേ. അല്ല ജ്യോത്സ്യൻ അവനെ കുറിച്ച് വേറെ ഒന്നും അറിഞ്ഞൂടാ. ഈ കൊണ്ടുവരണ ഓല കണ്ടിട്ട് ഇത് കണ്ട് വായിച്ചിട്ട് നമ്മൾ വളരെ സന്തോഷത്തോടെ, ജ്യോത്സ്യന് സന്തോഷമാണ് നമ്മൾ മുമ്പ് വന്നിരിക്കുന്ന ഒരാളിന് നല്ലത് വരാൻ പോലെന്ന് കേട്ടാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ജ്യോതിഷി എന്നുള്ള നിലയിൽ പറയുന്നത് നല്ലൊരു സമയം ഉള്ള ഒരാളിനെ നമ്മളെ മുമ്പ് കിട്ടാൻ തന്നെ അതിശയമാണ്. പറഞ്ഞവരെല്ലാം കഷ്ടകാലം പിടിച്ചവരാണ്. രാവിലെ തൊട്ട് ഞാനൊക്കെ ആണെങ്കിൽ 8 മണി തൊട്ട് കൺസൾട്ടേഷൻ ആരംഭിക്കും. ഇപ്പോൾ ദുബായിലാണെങ്കിൽ 8 തൊട്ട് രാത്രി 9 മണി വരെ. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന സമയം പോയിട്ട് മൊത്തം കൺസൾട്ടേഷനാണ്. ഈ സമയത്ത് കൊണ്ടുവരുന്ന ജാതകങ്ങൾ അതൊക്കെ നോക്കുമ്പോൾ എല്ലാവർക്കും കഷ്ടകാലം. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമമാണ്. എല്ലാവരുടെയും കഷ്ടകാലം ഇങ്ങനെ പറഞ്ഞ് പ്രതിവിധികളും അതും പറഞ്ഞ് അവർ ഒരു ചിരിച്ചുകൊണ്ട് ഇറങ്ങി കാണാനായിട്ടിരിക്കണം നമ്മൾ. അവർ ഇത് കേട്ടിട്ട് വിഷമിച്ചിറങ്ങിപ്പോവും. അപ്പോൾ ജ്യോതിഷയിലെ അടുത്ത് പറഞ്ഞ നല്ലൊരു ശതമാനം പേര് വിഷമിച്ച് തിരിച്ചിറങ്ങിപ്പോവും. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ അങ്ങ് ദുബായിലിരുന്ന് നോക്കുന്നു. അപ്പം ദുബായിലെ സമയക്രമീകരണവും നമ്മുടെ ഭാരതത്തിലെ ശാസ്ത്രം അനുസരിച്ചല്ലേ ഇവിടുത്തെ ജ്യോതിശാസ്ത്രമാണെങ്കിലും മറ്റു കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. പക്ഷെ അതെങ്ങനെ ദുബായിലും അമേരിക്കയിലും ഒക്കെ കറക്റ്റ് ആകുമെന്നൊരു ചോദ്യമില്ല. അത് നമ്മൾ ജാതകം എഴുതുമ്പോൾ വരുന്ന ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ 49 ലോകരാജ്യങ്ങളിൽ സന്ദർശിച്ച ആളാണ്. ഇവിടെ മാത്രം ഇരിക്കുന്നൊക്കെ എനിക്ക് ഇവിടുത്തെ സമയം മാത്രം എടുത്തിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ദുബായ്, പ്രത്യേകിച്ച് ട്രിവാൻഡ്രം ദുബായ് എടുക്കുമ്പോൾ 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് നേരെ സൗദി അറേബ്യയിലേക്കാണ് പോകണമെങ്കിൽ 2.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ 1.5 മണിക്കൂറിൻ്റെ വ്യത്യാസം മാത്രമേ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുമായിട്ടുള്ളൂ. ഇത് നേരെ മറ്റൊരു രാജ്യത്തേക്ക്, ലണ്ടൻ അതുപോലെ യൂറോപ്യൻ രാജ്യത്തിലേക്ക് പോകുമ്പം 5.5 മണിക്കൂർ 6 മണിക്കൂറിൻ്റെ വ്യത്യാസം വരും. അമേരിക്കയിലേക്ക് പോകുമ്പം തന്നെ അവിടെ 2-4 ടൈം സോണുണ്ട്. അതായത് ന്യൂയോർക്കിലെ സമയം അല്ല, ന്യൂയോർക്ക് ഇന്ത്യയായിട്ട് 9.5 മണിക്കൂറുണ്ടെങ്കിൽ ചിക്കാഗോയുമായിട്ട് വരുമ്പം 10.5 മണിക്കൂറാവും. അതുപോലെ ശരിക്ക് കാലിഫോർണിയയായിട്ട് എടുക്കുമ്പോൾ ശരിക്ക് 12 മണിക്കൂറിൻ്റെ വ്യത്യാസം വരും. അപ്പോൾ നമുക്കൊരു അമേരിക്കൻ സമയം എന്ന് പറഞ്ഞൊരു സമയം എടുത്ത് ചെയ്യാൻ പറ്റില്ല. കാരണം ടൈം സോണിൽ വ്യത്യാസം വരും. പിന്നെ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ തണുപ്പ് സമയമൊക്കെ വരുന്ന സമയത്ത് ഇവർ ക്ലോക്ക് മാറ്റിക്കളയും, 1 മണിക്കൂർ ചേഞ്ച് ചെയ്ത് വെച്ച് കളയും. അറിയാമോ ആ രാജ്യത്തൊക്കെ ക്ലോക്ക് ചേഞ്ച് ചെയ്യും. ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെ കണക്കാക്കാൻ പറ്റും? പിന്നെ 2 ഭാരത ജ്യോതിഷമേ തയ്യാറാക്കിയിട്ടുള്ളൂ. അമേരിക്കൻ ജ്യോതിഷമില്ല. അപ്പോൾ ഗൾഫ് ജ്യോതിഷമില്ല. യൂറോപ്പ് ജ്യോതിഷമില്ല. ജ്യോതിഷത്തിൻ്റെ വക എന്ന് പറയുന്ന ജ്യോതിഷം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ വകയാണ്, ഭാരത സംസ്കാരമാണ്. അപ്പോൾ ഭാരതത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ജ്യോതിഷം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഈ ജ്യോതിഷത്തെ നമ്മൾ തയ്യാറാക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഈ അമേരിക്കയിൽ അല്ലെങ്കിൽ ചിക്കാഗോയിൽ ജനിച്ച സമയത്ത് ഇന്ത്യൻ ടൈം എത്ര മണിയായിരുന്നു, അവിടെ ജനിച്ച സമയത്ത് ഇന്ത്യൻ ടൈം എത്ര മണിയായിരുന്നു. അപ്പോൾ സമയം അമേരിക്കൻ ടൈം തന്നെയാണ്. ഇന്ത്യയിൽ ആ സമയത്ത് എത്ര, അപ്പോൾ ഇന്ത്യൻ ഭാരത ജ്യോതിഷമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്തെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് വച്ചിട്ട് ഗ്രഹനില തയ്യാറാക്കി എടുത്താൽ മാത്രമേ ഭാരത ജ്യോതിഷ പ്രകാരം ജ്യോതിഷം കിട്ടുള്ളൂ. കാരണം സൂര്യോദയത്തിൽ തന്നെയാണ് എല്ലായിടത്തും വ്യത്യാസം. സൂര്യൻ്റെ ഉദയത്തിനനുസരിച്ച് ഇവിടെ ഉദിച്ച് 1.5 മണിക്കൂർ കഴിയുമ്പോഴേ ദുബായിൽ ഉദിക്കുള്ളൂ. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് പറയണേ. പക്ഷേ എങ്കിലും ഭാരതത്തിൽ വെച്ചെടുക്കും അതേ സമയം തന്നെയായിരിക്കും. പക്ഷെ അത് ഭാരത ജ്യോതിഷമായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ ഇവിടുത്തെ സമയമായിട്ട് കൺവെർട്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും ഞാൻ ഇതുവരെ നോക്കിയതിൽ ഏറ്റവും കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഒരു സംശയം, ഇപ്പോൾ ഇന്ത്യയിലും ഒരേ സമയത്ത് ജനിക്കുന്നു, അതേ സമയം തന്നെ അമേരിക്കയിലും ജനിക്കുന്നു, രണ്ടുപേരും ഒരേ സമയത്ത് ജനിക്കുന്നു. പക്ഷെ രണ്ടുപേരുടെയും ജാതകം മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അത് മാറില്ല. കാരണം അമേരിക്കയിൽ ജനിച്ച സമയത്ത് ഇന്ത്യയിൽ ജനിച്ച അതേ സമയത്ത് അമേരിക്കയിൽ ആ സമയത്ത് ജനിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയിൽ ജനിക്കുന്ന അതേ സമയത്ത് അമേരിക്കയിൽ ജനിക്കാൻ പറ്റില്ല.
കാരണം എന്തെന്ന് വെച്ചാൽ ഇന്ത്യൻ സമയമായിട്ട് 10-12 മണിക്കൂറിൻ്റെ വ്യത്യാസങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇവിടെ പകൽ ജനിച്ചാൽ അവിടെ രാത്രിയായി പോകും. അപ്പോൾ അവിടെ വ്യത്യാസം വന്നു. പക്ഷെ നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലാഞ്ചിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും ഒക്കെ എടുക്കുമെങ്കിലും ഈ സമയത്തെ ആസ്പദമാക്കിയിട്ട് എടുത്ത മറ്റെല്ലാം കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ സോഫ്റ്റ്വെയറിൽ തെറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് ഈ സമയം എടുത്ത് ഇപ്പം ഓസ്ട്രേലിയയിൽ ജനിച്ചാവട്ടെ, ഇന്ത്യയിൽ ലോകത്ത് എവിടെ ജനിച്ചതാവട്ടെ, ഇന്ത്യൻ ടൈമായിട്ട് എടുത്ത് അവിടുത്തെ സമയത്തിനെ കൺവെർട്ട് ചെയ്തെടുത്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കറക്റ്റായിട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ആണ് ഏറ്റവും ഉത്തമമായ. ഇതുകൊണ്ട് മാത്രമല്ല, നമുക്ക് ഈ ജാതകത്തിൽ ഇവിടെ ജനിച്ച ഒരാൾ ഒരേ സമയത്ത് ലോകത്ത് എത്രയോ ജന്മം നടക്കും. ഒരേ സമയത്ത് എത്രയോ ജന്മം നടക്കും. എല്ലാവരും ഒരേപോലെ വേറൊരാൾ ആവാറില്ല. അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ട്? അതായത് ഒരു ഹോസ്പിറ്റലിൽ തന്നെ ഒരിടത്ത് തന്നെ ഒരേ സമയം 2 കുട്ടികൾ ജനിക്കുന്നു. 2 പേരുടെയും കാര്യങ്ങളിൽ ഏകദേശം സാമ്യം വരാനുള്ള സാധ്യതകളുണ്ടോ? ഒരു സാധ്യതയില്ല. അവിടെയാണ് നമുക്ക് വീണ്ടും ഞാൻ ഫ്യൂച്ചറോളജിയുടെ പ്രധാന ഭാഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇരട്ട പ്രസവിക്കുന്ന പിള്ളേർ, അതായത് 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ പിള്ളേർ ജനിക്കും. ആ മൂത്ത കൊച്ചിനേക്കാൾ 1 മിനിറ്റ് കഴിഞ്ഞാണ് ഇളയ കൊച്ചു. കാരണം അത് എടുക്കാനുള്ള ഒരു സമയത്തിൻ്റെ വ്യത്യാസം മാത്രം. ഒരേ സമയത്ത് ശരിക്കും ജന്മം നടന്നു. ഈ 2 കുട്ടികളിൽ ഒരിക്കലും ജാതകം ഒരേപോലെ വരും. 1 മിനിറ്റിൻ്റെ വ്യത്യാസം വരാറില്ല. അപൂർവമായിട്ട് മാത്രമേ ചിലപ്പം അംശകത്തിലോ അഷ്ടവർഗത്തിലോ ഒക്കെ വ്യത്യാസം വരാം. പക്ഷേ ഗ്രഹനിലയിൽ വ്യത്യാസം വരാറില്ല. ഈ വ്യത്യാസത്തിൽ ജാതകം കറക്റ്റായിരിക്കും. 2 കുട്ടികളെ ജാതകം എഴുതാൻ തന്നാൽ നമുക്കൊന്നും എഴുതാൻ കാണില്ല. 2 കുട്ടിക്ക് ഒരേപോലെ എഴുതാൻ കാണുള്ളൂ ഒരു ജ്യോതിഷിക്ക്. പിന്നെ നമ്മൾ ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കല്യാണ സമയമൊക്കെ പെൺകുട്ടിക്ക് എഴുതുന്ന കല്യാണ സമയം ആയിരിക്കില്ല ആൺകുട്ടിക്ക് എഴുതുന്നത്. കാരണം അവരെ പ്രായമൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതും. പെൺകുട്ടിയെ നേരത്തെ കെട്ടിച്ചു വിടണമെങ്കിൽ നമ്മൾ സമയം നേരത്തെ എടുക്കും, ആൺകുട്ടിക്ക് അല്പം ലേറ്റാക്കി എടുക്കും. ഇത് ഇങ്ങനെയൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസം വരുത്താം എന്നുള്ളത് ഒഴിച്ച് നമുക്കിതിലൊന്ന് വ്യത്യാസവും ജ്യോതിഷിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെയാണ് ഹസ്തരേഖയ്ക്ക് പ്രാധാന്യം. കൈരേഖ ഒരു കാരണവശാലും ഒരാളിൻ്റെ കൈയുമായിട്ട് ഒരു ബന്ധവും കാണില്ല അടുത്ത ആളിന്. ഒരാളിൻ്റെ ആധാർ കാർഡ് വെച്ചിട്ട് മറ്റൊരാളിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കൈരേഖ വെച്ച് എങ്ങനെ ഫ്യൂച്ചർ കണ്ടെത്തുമെന്നൊരു കൈരേഖ വെച്ചിട്ടേ ഫ്യൂച്ചർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. കാരണം അതിന് നമ്മളെ ആദ്യം ശരിക്ക് ഇതൊക്കെ എഴുതിയൊക്കെ തയ്യാറാക്കുന്നതിനൊക്കെ മുമ്പേ തന്നെ ഈ കൈ നോക്കിയിട്ടാണ് എല്ലാം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. രോഗങ്ങളാവട്ടെ, പണ്ട് വൈദ്യശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനമാണ് നഖം ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് രോഗനിർണയം നടത്താം. നമ്മളെ കൈ നോക്കിയിട്ട്, ഈ കൈ എന്ന് പറയണ പഞ്ചേന്ദ്രിയങ്ങളുടെയും അതായത് പഞ്ചഭൂതങ്ങളുടെയും ഇരിപ്പിടമാണ് 5 വിരലുകൾ. അപ്പോൾ ഇതിലെ ഓരോ പോയിന്റുകൾ തന്നെ പ്രഷർ പോയിന്റുകളാണ്. നമ്മൾ ശരിക്കും വൈദ്യശാസ്ത്രം പഠിക്കുമ്പോഴും അക്യുപഞ്ചർ പഠിക്കുമ്പോഴും ഒക്കെ ഞാൻ അക്യുപഞ്ചർ ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്തെല്ലാം ഇതെല്ലാം പോയിന്റുകളാണ്. കയ്യിലുള്ള ഇതൊക്കെ പ്രഷർ പോയിന്റുകളാണ്. അപ്പോൾ ഈ കൈക്കുള്ളിൽ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ വിരലുകൾ, നഖങ്ങൾ, ഈ ഓരോ ഇതിനും പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ച് രേഖകൾക്ക്. ഒരു ജനിച്ച് വീഴുന്ന കുട്ടിയുടെ കൈ നോക്കിയിട്ട് ആ കുട്ടിയുടെ ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ചോദിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. ജാതകവും ഹസ്തരേഖയും തമ്മിലുള്ള വ്യത്യാസം. ജാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അത് ആർട്ടിഫിഷ്യൽ ആവാം, നോർമൽ ഡെലിവറി ആവാം, എങ്ങനെ ആയിക്കോട്ടെ, ജനിച്ചതിന് ശേഷം തയ്യാറാക്കുന്നതാണ് ജാതകം. ജാതകം എന്താണ്? ജനിച്ചതിന് ശേഷം. ഹസ്തരേഖ ജനിച്ചതിന് ശേഷം വരുന്നതല്ല, ജനിക്കുന്നതിന് മുമ്പേ വരുന്നതാണ് ഹസ്തരേഖ.